ബികോമിന്റെ സർഗസാഹിതി 1ാം സെമസ്റ്ററിലെ പുസ്തകമാണ്. ഇതിൽ കഥകളുമുണ്ട്, കവിതകളുമുണ്ട്. ഇതിലെ 8ാമത്തെ പാഠം കടിക്കുന്ന അമ്മച്ചിയും കൊച്ചുമകൾ ആൻസിയും എന്ന അയ്മനം ജോണിന്റെ ഒരു കഥയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. കടിക്കുന്ന അമ്മച്ചിയും കൊച്ചുമകൾ ആൻസിയും, ഇതാണ് അയ്മനം ജോൺ. അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. ദില്ലിയിലെ ചൂട് 40 ഡിഗ്രിയോട് അടുത്തിരുന്ന ആ മെയ് മാസ ദിവസം ഞങ്ങൾ അത്താഴമേശയ്ക്ക് ചുറ്റുമിരുന്ന് വാരാന്ത്യത്തിൽ ഷിംലയിലേക്ക് ഒരു യാത്ര പോയാലോ എന്ന് ആലോചിക്കുമ്പോൾ അതേ വാരാന്ത്യത്തിൽ കടിക്കുന്ന അമ്മച്ചിയുടെ കൊച്ചുമകൾ ആൻസി ദില്ലിയിലേക്ക് വരുന്നു എന്നറിയിച്ച് ജോസേട്ടന്റെ ഫോൺ കോൾ. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് ജോലിക്കുള്ള യോഗ്യതാ പരീക്ഷയിൽ വിജയിച്ച് ഒരു റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനാണ് ആൻസി ദില്ലിയിലേക്ക് വരുന്നത്. ആദ്യമായി വരുന്നു. ശനിയാഴ്ച പകൽ 10 മണിക്ക് തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ വരുന്നു. ആൻസിയെ എയർപോർട്ടിൽ ചെന്ന് ഞങ്ങൾ വരവേൽക്കണം, ഞങ്ങളോടൊപ്പം താമസിപ്പിക്കണം, പിറ്റേന്ന് രാവിലെ ഇന്റർവ്യൂ നടക്കുന്ന കൊണാട്ട് പ്ലേസിലെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഇതാണ് ഞങ്ങൾക്കുള്ള ഡ്യൂട്ടി. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ദില്ലി കൊച്ചിൻ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരികെ പറപ്പിക്കുകയും വേണം. അത്രയും ചുമതലകൾ ജോസേട്ടൻ തന്റെ ജ്യേഷ്ഠ ശബ്ദത്തിൽ എന്നെ ഏൽപ്പിച്ചു. കടിക്കുന്ന അമ്മച്ചി തന്റെ ചെറുപ്പത്തിൽ ചട്ടമുണ്ടുകൾക്ക് പകരം ചുരിദാർ ധരിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ ഇരിക്കും ആൻസിയെ കണ്ടാൽ. ഇതാണ് അടയാളം. ഏറെ വൈകാതെ ആൻസിയും എന്നെ ഫോണിൽ വിളിച്ചു. കടിക്കുന്ന അമ്മച്ചിയുടെ അതേ ചെലമ്പിച്ച ഒച്ചയിൽ സ്വയം പരിചയപ്പെടുത്തി. ഉടൻ തന്നെ മറുപടിയായി ദില്ലിയിലെ ഞങ്ങളുടെ ആതിഥ്യത്തിന്റെ വാഗ്ദാനത്തിന് അവൾ നന്ദിയും പറഞ്ഞു. വിമാനം ഇറങ്ങി വരുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന ഇരട്ട പെൺകുട്ടികളുടെ നടുവിൽ ക്രൂശിതനായി നിൽക്കുന്ന ഒരു പിതാവായി ഞാൻ കാത്തു നിൽപ്പുണ്ടാവും എന്ന് പരിതരൂപേണ പറഞ്ഞപ്പോൾ കൂടുതൽ ഉറക്കെ ചിരിച്ച് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ഏതാണ്ട് തീരുമാനത്തോടെടുത്തിരുന്ന വിമാനോദയാത്രയ്ക്ക് വിഘ്നം വരുത്തിക്കൊണ്ട് അന്നോളം നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരതിഥിയുടെ ഓർക്കാപ്പുറത്തുള്ള ആ എഴുന്നള്ളത്തിൽ സ്വാഭാവികമായും തോന്നാവുന്ന അസന്തുഷ്ടി എനിക്ക് ഒട്ടും തോന്നിയില്ല. കാരണം എന്തോ, കടിക്കുന്ന അമ്മച്ചിയെ പറ്റി എനിക്ക് അത്രമാത്രം സ്നേഹമുള്ള ഓർമ്മകൾ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരകന്ന ചാർച്ചക്കാരി മാത്രമായിരുന്നു എന്ന് പറഞ്ഞാലും വളരെയധികം ഞങ്ങളെ സ്നേഹിച്ചൊരമ്മച്ചിയായിരുന്നു അവർ. കടിക്കുന്ന അമ്മച്ചി സ്നേഹമൂർച്ചയുടെ നിമിഷങ്ങളിൽ ഇഷ്ടപ്പെട്ടവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച കൈത്തണ്ടകൾ ബലമായി പിടിച്ചു വലിച്ച് അതിൽ ആഞ്ഞാഞ്ഞു കടിക്കുമായിരുന്നു. അമ്മച്ചി എന്ന് ഞങ്ങൾ സഹോദരന്മാർ ചെറുപ്പം മുതലേ വിളിച്ചു പോന്നിരുന്നു. ആരെ കണ്ടാലും അവർക്ക് ചേരുന്ന ഒരു അപരനാമം അഥവാ ഇരട്ടപ്പേര് കണ്ടുപിടിക്കുന്നതിൽ വളരെ വിരുദ്ധയായിരുന്ന എൻ്റെ സൂസന്നേടത്തി തന്നെയായിരുന്നു കടിക്കുന്ന അമ്മച്ചി എന്ന പേരും കണ്ടെത്തിയത്. അമ്മ കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ കടിക്കുന്ന അമ്മച്ചിയുടെ കടി ഏറെ കൊണ്ടിട്ടുള്ളതും എൻ്റെ ഏട്ടത്തിക്ക് തന്നെ ആയിരിക്കണം. കുട്ടിക്കാലത്തെ കുടുംബ വീട്ടിലേക്ക് പോയാലും ഞങ്ങളെയും കൂട്ടി ചുറ്റുപാടുമുള്ള കുടുംബ വീടുകൾ ഒന്നുപോലും ഒഴിവാക്കാതെ അമ്മച്ചി കയറി ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഭിന്നരുചിയുള്ള ചക്കകളും മാങ്ങകളും അപൂർവനം കായ്കനികളും വിളഞ്ഞിരുന്ന തൊടികളിലൂടെ നടന്ന് ആ വർഗ്ഗങ്ങൾക്കെല്ലാം പുറമെ ഞങ്ങൾക്ക് അപരിചിതമായിരുന്ന ചില വിഭവങ്ങൾ കൂടി വിളമ്പിയിരുന്ന അടുക്കളകൾ കയറി ഇറങ്ങിയുള്ള സ്നേഹസഞ്ചാരങ്ങൾ ഞങ്ങൾക്ക് എന്നും ആസ്വാദ്യകരമായിരുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. തട്ടുകളായി തിരിച്ച ഒരു കുന്നിൻ ചെരുവിൽ ചിതറിക്കിടക്കുന്ന ആ വീടുകൾ ഇന്നിവിടെ കാണുന്നത് പോലെ റബ്ബർ മരക്കണക്കിൽ മൃഗങ്ങളെ പോലെ തലപൊക്കി നോക്കി നിൽക്കുന്നവയായിരുന്നില്ല. മുത്തശ്ശിപ്ലാവുകൾക്കും മുതുക്കൻ മാവുകൾക്കും കപ്പവാഴത്തോട്ടങ്ങൾക്കും പാവൽ പയർ പന്തലുകൾക്കും ഇടയ്ക്കിടയിൽ പക്ഷികളെ പോലെ പതുങ്ങിയിരിക്കുന്ന വീടുകൾ. അതെല്ലാം ഏറ്റവും മുകളിലത്തെ തട്ടില് കുന്നിൻ ചെരുവ് ആകാശച്ചെരുവിനോട് ചേരുന്നിടത്ത് അവിടെയാണ് കടിക്കുന്ന അമ്മച്ചിയുടെ വീട്. കുന്നുകയറി കിതച്ചുകൊണ്ട് അതിരുകളിൽ മുല്ലവള്ളികൾ പടർത്തിയിരുന്ന ആ വീട്ടുമുറ്റത്തേക്ക് കയറുന്നതും കാൽപെരുമാറ്റം കേട്ട് അടുക്കളയിൽ നിന്ന് കടിക്കുന്ന അമ്മച്ചി ഓടിയിറങ്ങി വരികയായി. എന്നിട്ട് ആദ്യം അമ്മയെ പിന്നെ മക്കളെ എന്ന ക്രമം ഒരിക്കലും തെറ്റിക്കാതെ ഞങ്ങൾ ഓരോരുത്തരെയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൈത്തണ്ട വലിച്ചു പിടിച്ച് അതിൽ ആഞ്ഞാഞ്ഞു കടിക്കുകയായി. മുഖത്ത് നിന്ന് കണ്ണുനീരിന്റെയും കടിയേറ്റെടുത്ത് നിന്ന് തുപ്പലിന്റെയും നനവ് അമ്മച്ചി കാണാതെ തുടച്ചു കളഞ്ഞുകൊണ്ട് തിണ്ണയിലേക്ക് കയറുമ്പോൾ കടിക്കുന്ന അമ്മച്ചി ഞങ്ങളെക്കാൾ ശക്തിയോടെ കിതയ്ക്കുന്നതും കാണാമായിരുന്നു. വാക്കുകൊണ്ട് ആവിഷ്കരിക്കാനാവാത്ത സ്നേഹവായ്പിന്റെ ഭാഷയായിരുന്നു കിതപ്പ് എന്ന് ആർക്ക് കണ്ടാലും അറിയാൻ കഴിയുമായിരുന്നു. സ്നേഹത്തിന്റെ ഒരുതരം കുന്നുകയറ്റം. സ്നേഹവിഭ്രാന്തികൾ അടങ്ങുമ്പോൾ കടിക്കുന്ന അമ്മച്ചി ഓടി നടന്ന് ഞങ്ങൾക്ക് മുന്നിൽ പഴയ പലഹാരപാത്രങ്ങൾ നിരത്തിയിട്ട് അമ്മയെ അടുക്കളപ്പടിമേൽ പിടിച്ചിരുത്തും. എന്നിട്ട് എതിരെയിരുന്ന കൊരണ്ടിമേലിരുന്ന് അമ്മ പറഞ്ഞു കേൾപ്പിക്കുന്ന ജീവിത പ്രാരാബ്ദങ്ങൾ ഓരോന്നും അനുകമ്പയോട് ശ്രദ്ധിച്ചു കേട്ടിട്ട് മനോവേദനകളെ മറികടക്കാനുള്ള സതുപദേശങ്ങൾ നൽകും. പലതും ബൈബിൾ വചനങ്ങൾ. കേൾക്കാൻ ഏറെ ഇമ്പം തോന്നുന്ന ഒരു ഈണത്തിൽ. ഒടുവില് പഠിക്കാൻ മിടുക്കരായ മക്കൾ വലുതാവുമ്പോൾ പ്രയാസങ്ങളെല്ലാം തീരും എന്ന് പതിവ് പ്രത്യാശയും പങ്കുവെച്ച് ഇവരും എഴുന്നേൽക്കും. യാത്ര പറയുമ്പോൾ വേണ്ടമ്മച്ചി എന്ന് എത്ര പറഞ്ഞാലും തടഞ്ഞാലും വകവയ്ക്കാതെ മച്ചിലെ ഓലക്കീറുകൾക്കിടയിൽ ഒടിസ്ഥാനത്ത് നിന്നെടുത്ത സമ്പാദ്യക്കിഴിയുടെ അടിയിൽ എവിടെയോ തപ്പിയെടുക്കുന്ന ചില നാണയങ്ങൾ ഞങ്ങളുടെ കൊച്ചു കൈവെള്ളയിൽ ബലമായി അമർത്തി സമ്മാനിക്കും. കുത്തുകല്ലിറങ്ങുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയായി കൈപിടിച്ച് ഇറക്കി വിട്ടിട്ട് കുന്നിറങ്ങി മറിയും വരെ ഞങ്ങളെ തന്നെ നോക്കി നിശ്ചലയായി നിൽക്കും. ബാല്യം കടന്ന് പഠന പരീക്ഷാ വ്യഗ്രതകളിൽ മുഴുകിയതോടെ അമ്മച്ചിയോടൊപ്പമുള്ള ആ യാത്രകളും അമ്മച്ചിയുടെ നിഴലിൽ തണൽ കണ്ടെത്തിക്കൊണ്ടുള്ള ആ കുന്നുകയറ്റങ്ങളും അങ്ങനെ അവസാനിച്ചു. അങ്ങനെ കടിക്കുന്ന അമ്മച്ചിയുടെ ജീവിതവും ഞങ്ങളിൽ നിന്ന് ഏറെ അകന്നുപോയി. കടിക്കുന്ന അമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മകളുടെ തിളക്ക കൂടുതൽ കൊണ്ടാകും ആ വീട്ടിലെ അപ്പനെയും മക്കളെയും ഒക്കെ പറ്റി
മങ്ങിയ ഓർമ്മകൾ മാത്രമേ എനിക്ക് എന്നും ഉണ്ടായിരുന്നുള്ളൂ. ഏതു നേരവും പറമ്പിലെ കൃഷിപ്പണികളിൽ ഏർപ്പെട്ട് നടക്കുകയും കടിക്കുന്ന അമ്മച്ചിയുടെ സ്നേഹപരാക്രമങ്ങൾ ഒരു ചെറുചിരിയോടെ നോക്കി നിൽക്കുകയും ചെയ്തിരുന്ന ഒരു മിതഭാഷിയായിരുന്നു അപ്പച്ചൻ എന്നും ഓർക്കുന്നു. അപ്പച്ചന്റെ ആ നർമ്മഭാവം സ്ഫുരിക്കുന്ന നരച്ച കൊമ്പൻ മീശ, ഒരിടത്തും അടങ്ങിയിരിക്കാതെ മുറ്റത്തും പറമ്പിലുമൊക്കെ എപ്പോഴും ഓടിയും ചാടിയും നടന്നിരുന്ന 3 പാവാടക്കാരികളുടെ അമിത പ്രസരിപ്പ്, അങ്ങനെ ചില അവ്യക്ത ചിത്രങ്ങളെ എന്റെ മനസ്സിൽ അവരെപ്പറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അന്നത്തെ ആ പാവാടക്കാരികളിൽ ആരുടെയോ മകൾ എന്നതിനപ്പുറം ആൻസിയെപ്പറ്റി മറ്റ് അറിവുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും കടിക്കുന്ന അമ്മച്ചിയുടെ കൊച്ചുമകളാണ് എന്ന ഒറ്റ കാരണത്താൽ തന്നെ ആൻസിയുടെ വരവ് ഒരു ഉല്ലാസയാത്രയോളം തന്നെ ആഹ്ലാദമായി എനിക്ക് തോന്നി. കടിക്കുന്ന അമ്മച്ചി തന്നെയാണ് ആൻസിയായി രൂപാന്തരപ്പെട്ട് ദില്ലിയിലേക്ക് വരുന്നത് എന്ന പോലെ ഒരു തോന്നൽ. വിനോദയാത്രകളോട് വേണമെങ്കിലാവാം എന്നൊരു മനോഭാവം മാത്രം പുലർത്താറുള്ള റേച്ചറിന് ആൻസി മുഖാന്തരം ഞങ്ങളുടെ ഷിംല യാത്ര തുടങ്ങിയതിൽ ഉള്ള പരിഭവമുണ്ടായിരുന്നു. ഇങ്ങനെ കഥ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഐമനൻ ജോണിനെ കുറിച്ച് 2 വാചകം മനസ്സിലാക്കണമല്ലോ. 1953 ഐമനത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1972 കോട്ടയം CMS കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ എഴുതിയ ക്രിസ്മസ് മരത്തിന്റെ പേര് എന്ന കഥ മാതൃഭൂമി ആഴ്ച പതിപ്പ് അക്കലം നടത്തിയ വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിൽ ഒരു സമ്മാനത്തിന് അർഹമായി. കൊമേഴ്സ് ബിരുദധാരിയാണ്. എന്തുമാവട്ടെ, അദ്ദേഹം പല കൃതികൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്മസ് മരത്തിന്റെ പേര്, 1-ാം പാഠം, ബഹിരാകാശം, ചരിത്രം വായിക്കുന്ന ഒരാൾ, ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, ഐമനൻ ജോണിന്റെ കഥകൾ, ഇങ്ങനെ താമരപ്പൊയ്കകൾ, ഇതൊക്കെയുണ്ട് അദ്ദേഹത്തിന്റെ കഥകളായിട്ട്. ഇനി കടിക്കുന്ന അമ്മച്ചിയും കൊച്ചുമകൾ ആൻസിയും എന്നത് തികച്ചും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത ചിത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണല്ലോ. സ്നേഹം കടിയിലൂടെ പ്രകടിപ്പിക്കുന്ന അമ്മച്ചിയുടെ കൊച്ചുമകളുടെ കഥയിലൂടെ പലതിന്റെയും തുടർച്ച നമ്മൾ കാണുന്നു. മനുഷ്യന്റെ പാരമ്പര്യ സ്വഭാവമൊക്കെ മക്കളിലേക്കും കൊച്ചുമകളിലേക്കും ഇങ്ങനെ പകർന്നു കിട്ടുമോ എന്ന് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിച്ചു പോകുന്നു. മനുഷ്യ സ്വഭാവത്തിലേക്കുള്ള ഒരു അന്വേഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കഥയുടെ ചുരുക്കിയ ആശയം നമുക്ക് മനസ്സിലായി. അങ്ങനെ ബാല്യം കടന്ന് മറ്റ് വ്യഗ്രതകളൊക്കെ മുഴുകിയപ്പോൾ അന്ന് അമ്മച്ചിയോട് ഈ കുന്നുകയറിയുള്ള യാത്രകളും അമ്മയുടെ തണൽ കണ്ടെത്തിക്കൊണ്ടുള്ള ആ കുന്നുകയറ്റങ്ങളെല്ലാം അവസാനിച്ചെന്നും അങ്ങനെ കടിക്കുന്ന അമ്മച്ചി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറന്നേ പോയി എന്ന് പറയാൻ. അപ്പൊ ഈ കഥയുടെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്. എന്തായാലും അമ്മച്ചിയുടെ തനി പകർപ്പായിരുന്നു ആൻസി. ഇന്റർവ്യൂ മറ്റു യാത്രകളും ഒക്കെയായി ഏവരും 3 ദിവസം സന്തോഷത്തോടെ കഴിഞ്ഞു. ആൻസിയെ തിരിച്ച് യാത്രയാക്കുമ്പോൾ വിടവാങ്ങൽ ചുംബനമെങ്കിലും കിട്ടുമെന്ന് ജൂലിയയും ജാനറ്റും റേച്ചലും വിചാരിച്ചു. അപ്പോഴാണ് തനിക്ക് സെലക്ഷൻ കിട്ടിയ വിവരം ആൻസി ഫോണിലൂടെ അറിയുന്നത്. അതാണ് പ്രത്യേകത. എല്ലാവരും ഒന്നിച്ചു ചേർത്തിയ അഭിനന്ദന വാക്കുകൾ കേട്ടുപോയെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം പൊടുന്നനവേ ആൻസിയുടെ മുഖത്ത് ഒരു ഭാവപകർച്ചയുണ്ടായി. അത് കടിക്കുന്ന അമ്മച്ചിയുടെ മുഖത്തിന്റെ തനി പകർപ്പായി. ഉടനടി ആൻസി സ്വന്തം വലത് കൈത്തണ്ട വായോളം ഉയർത്തിപ്പിടിച്ച് അതിൽ ആഞ്ഞാഞ്ഞു കടിക്കുന്നത് എല്ലാവരും സ്തബ്ധരായി നോക്കി നിന്നു എന്നിടത്ത് കഥ അവസാനിക്കുകയാണ്. ചോദ്യങ്ങൾ ഒന്നിങ്ങനെയാണ്: എന്തെല്ലാം ചുമതലകളാണ് ജോസേട്ടൻ ജെയിംസിനെ ഏൽപ്പിച്ചത്? ശനിയാഴ്ച 10 മണിക്ക് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ ആൻസി വരും. എയർപോർട്ടിൽ ചെന്ന് പിക്ക് ചെയ്യണം, തങ്ങളോടൊപ്പം പാർപ്പിക്കണം, ഇന്റർവ്യൂവിന് കൊണാട്ട് പ്ലേസിലെ ഹോട്ടലിൽ കൊണ്ടുപോകണം, പിന്നെ അടുത്ത ദിവസം പിറ്റേന്ന് ദില്ലി കൊച്ചിൻ ഫ്ലൈറ്റിൽ തിരിച്ചയക്കുകയും വേണം. അങ്ങനെ ചില അവ്യക്തമായ ചില ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ അവരെ പറ്റി ഉണ്ടായിരുന്നത്. എന്തെല്ലാം ചിത്രങ്ങൾ! കടിക്കുന്ന അമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മകളുടെ തിളക്ക കൂടുതൽ കൊണ്ടാകാം ആ വീട്ടിലെ അപ്പനെയും മക്കളെയും ഒക്കെ കുറിച്ച് എനിക്ക് കാര്യമായ ഓർമ്മയൊന്നും ഇല്ല. ഏതു നേരവും പറമ്പിലെ കൃഷിപ്പണികളിൽ ഏർപ്പെട്ട് നടക്കുന്ന അപ്പച്ചൻ, അതുപോലെ തന്നെ ചെറുപുഞ്ചിരിയായിരിക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവുക. മിതഭാഷിയായിരുന്നു അദ്ദേഹം എന്നും ഓർക്കുന്നു. ഇത്രേ അപ്പച്ചനെ കുറിച്ച് ഓർക്കുന്നുള്ളൂ. നർമ്മഭാവമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒരു കൊമ്പമീശയും നരച്ച കൊമ്പമീശയാണ്. ഒരിടത്ത് അടങ്ങിയിരിക്കാതെ മുറ്റത്തും പറമ്പിലുമൊക്കെ ഓടി നടന്നിരുന്ന വേറെ 3 പാവാടക്കാരികളായ അമ്മച്ചിയുടെ പെൺകുട്ടികൾ, അവരുടെ അമിതമായ പ്രസരിപ്പ്, ഇതൊക്കെയാണ് ജെയിംസിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ജെയിംസിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥ വിവരണം കടന്നു പോകുന്നത്. ജെയിംസും ഇപ്പോൾ കുടുംബസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 2 പെൺമക്കളും ഒക്കെ ഉണ്ട്. അവരൊരുമിച്ചാണ് എയർപോർട്ടിൽ സ്വീകരിക്കാനായിട്ടൊക്കെ ചെല്ലുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാം. ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: ആൻസിയുടെ രൂപഭാവങ്ങൾ എപ്രകാരമായിരുന്നു? കടിക്കുന്ന അമ്മച്ചിയുടെ നിന്ന് വ്യത്യസ്തമായ ഒരു സമചിത്തത തൽക്കാലം ആൻസിക്കുണ്ട് എന്ന് കഥ വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകാം. കടിക്കുന്ന അമ്മച്ചി മറ്റുള്ളവരെ കടിക്കുകയാണെങ്കിൽ ആൻസി അങ്ങനെയൊന്നും എടുത്തിയാട്ടം കാണിക്കുന്നില്ല. ആൻസിക്ക് സന്തോഷം കൂടി വന്നാൽ കടിക്കുന്ന സ്വഭാവം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. അടുത്ത തലമുറയിലെത്തിയപ്പോൾ സ്വന്തം കൈത്തണ്ടയിലെങ്കിലും ആൻസി ആഞ്ഞാഞ്ഞ് കടിക്കുന്നുണ്ടായിരുന്നു എന്നത് ആണ് പറയുന്നത്. എന്തായാലും ജോസേട്ടൻ പറഞ്ഞിരുന്ന പോലെ വളരെ അതിശയകരമായിരുന്നു രൂപസാദൃശ്യം. ഇനി കടിക്കുന്ന അമ്മച്ചിയുടെ ചുരുളൻ മുടിയുണ്ട്, ഉരുളൻ കണ്ണുകളുണ്ട്, നീണ്ട മൂക്കുണ്ട്, വിടർന്ന ചിരി. അകലെ നിന്ന് കണ്ടപ്പോൾ ഒരൽപ്പം പൊക്കക്കൂടുതലും കൂടി തോന്നി. ഹൈ ഹീൽഡ് ചെരുപ്പിൻ്റെതായിരുന്നു ആ ഉയര വ്യത്യാസം എന്ന് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇനി വിമാനത്താവളത്തിൽ നിന്ന് ആൻസിയെ സ്വീകരിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ജെയിംസിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? ആൻസിക്കും തനിക്കുമിടയിൽ പെട്ടെന്ന് കാലദൂരങ്ങളുടെ ഒരു കിടങ്ങ് രൂപപ്പെട്ടതായിട്ട് ജെയിംസിന് തോന്നി. ജാനറ്റിന്റെയും ജൂലിയായുടെയും ഇച്ഛാഭംഗം പരന്ന
മുഖങ്ങളിലേക്ക് അയാൾ പാടി നോക്കി. കാറിലേക്ക് കയറുമ്പോഴും വീട്ടിലേക്കുള്ള യാത്രയിലും ഒരസ്വാഭാവികതയും തോന്നിപ്പിക്കാത്ത പെരുമാറ്റ വടിവുകളാൽ അവരിതുവരെയും പ്രതീക്ഷിച്ചതൊക്കെ അസ്ഥാനത്തായി. കാരണം ആൻസി അമ്മച്ചിയെപ്പോലെ ആരെയെങ്കിലും പിടിച്ച് കടിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷപൂർവ്വം കൗതുകപൂർവ്വം എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് പകരം സംഭാഷണങ്ങളിലാണ് കാറിലിരുന്നു കൊണ്ട് അവർ ഏർപ്പെടുന്നത്. അപ്പോഴെല്ലാം കടിക്കുന്ന അമ്മച്ചിയുടെ അത്ര തന്നെ പ്രസരിപ്പോടെ ആയിരുന്നു ആൻസി എങ്കിലും അമ്മച്ചി ഒരിക്കലും കാട്ടിയിട്ടില്ലാത്ത സംയമനം ആൻസി കാണിക്കുന്നത് എന്ന പ്രത്യേകതയായിരുന്നു. കേൾക്കാൻ ഇമ്പമേറെയുള്ള ആ നീട്ടിമൂടലുകളിലൂടെയും ചിലമ്പച്ച പോലുള്ള സ്വരത്തിലൂടെയും കടിക്കുന്ന അമ്മച്ചി അവരുടെ യാത്രയിലേക്ക് ഇടയ്ക്കിടെ എത്തി നോക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും അമ്മച്ചിയെ പോലെയല്ല, കുറെ കൂടി സംയമനം പാലിക്കുന്ന കഥാപാത്രമാണ് ആൻസി. സെലക്ഷൻ കിട്ടിയെന്നറിഞ്ഞപ്പോൾ ആൻസിയുടെ പ്രതികരണം എന്തായിരുന്നു? സെലക്ഷൻ കിട്ടിയതറിഞ്ഞപ്പോൾ ആൻസിയുടെ മുഖത്തേക്ക് വല്ലാത്തൊരു ചോരച്ചോപ്പ് ഇരച്ചു കയറിയെന്നാ പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ എന്ന് ഫോണിലൂടെ പറയുന്നുണ്ട്. മൊബൈൽ ഓഫ് ചെയ്ത് എല്ലാവർക്കും നന്ദിയും പറഞ്ഞു. അഭിനന്ദന വാക്കുകൾ കേട്ടുപോയെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം പൊടുന്നനവേ ആൻസിയുടെ മുഖത്ത് ഒരു ഭാവപ്പകർച്ച ഉണ്ടാകുന്നിടത്താണ് ഇത് അമ്മച്ചിയുടെ മോള് തന്നെ എന്ന് മനസ്സിലാവുന്നത്. അത് കടിക്കുന്ന അമ്മച്ചിയുടെ തനി പകർപ്പായി ഉടനെ അവൾ. ഉടനടി ആൻസി സ്വന്തം വലത് കൈത്തണ്ട വായോളം ഉയർത്തിപ്പിടിച്ച അതിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞാഞ്ഞ് കടിച്ചു എന്നാണ് പറയാം. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത്. ഇനി അമ്മച്ചിയുടെ വീട്ടിലേക്കുള്ള കുട്ടിക്കാല യാത്രയെക്കുറിച്ച് ജെയിംസ് ഓർക്കുന്നത് എപ്രകാരമാണ് എന്ന രീതിയിലുള്ള ചോദ്യമുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തട്ടുകളായി തിരിച്ച കുന്നൻചെരുവിന്റെ കാര്യവും ചിതറിക്കിടക്കുന്ന വീടുകളുടെ കാര്യമൊക്കെ പറയണം. അതുപോലെ തന്നെ അവിടുത്തെ മുതുക്കൻ പ്ലാവുകളെയും മുത്തശ്ശി പ്ലാവുകളെയും മുതുക്കൻ മാവുകളെയും കപ്പ വാഴത്തോട്ടങ്ങളും പാവൽ പയർ പന്തലുകൾക്കും ഇടയിലൂടെ പക്ഷികളെ പോലെ പതുങ്ങിയിരിക്കുന്ന വീടുകൾ. ഏറ്റവും മുകളിലാണ് അമ്മച്ചിയുടെ വീട്. കുന്നിൻചെരുവിൽ ആകാശത്തോട് ചേരുന്നിടത്ത്. അങ്ങനെയൊക്കെ തന്നെ സാഹിത്യപരമായി തന്നെ ഭംഗിയിൽ വർണ്ണിച്ചാൽ നല്ലതായിരിക്കാം ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മറ്റൊരു ചോദ്യം. അനുഭവത്തിന്റെ ഓരം ചേർന്നുകൊണ്ട് ഓർമ്മകളുടെ ഒരു വല നെയ്തെടുക്കുകയാണ് കഥാകൃത്ത്. കടിക്കുന്ന അമ്മച്ചിയും കൊച്ചുമകൾ ആൻസിയും എന്ന കഥയെ മുൻനിർത്തി ഈ ആശയം ഒന്ന് ചർച്ച ചെയ്യുക. തീർച്ചയായും അത് തന്നെ പറയണം. ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. മലയാള ചെറുകഥയിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കഥാകൃത്താണ് അയ്മനം ജോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഉത്തരം പറയാൻ. കഥാനായകനായ ജെയിംസിന്റെ ഒരു അകന്ന ചാർച്ചക്കാരിയായി കടിക്കുന്ന അമ്മച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കഥയുടെ ജീവൻ എന്ന് പറയണം. കുന്നിൻ മുകളിലെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ കുന്നിൻ ചെരുവ് ആകാശച്ചെരുവിനോട് ചേരുന്നിടത്ത് അവിടെയാണ് കടിക്കുന്ന അമ്മച്ചിയുടെ വീട്. കുന്നുകയറി കിതച്ചുകൊണ്ട് അതിരുകളിൽ മുല്ലവള്ളികൾ പടരുന്ന വീട്ടുമുറ്റത്തേക്ക് കയറുന്നതും കാൽപ്പെരുമാറ്റം കേട്ട് അടുക്കളയിൽ നിന്നും ഓടി വരുന്ന അമ്മച്ചി. ഇതൊക്കെയാണ് ഓർമ്മകൾ. ആദ്യം അമ്മയെ പിന്നെ മക്കളെ എന്ന ക്രമം ഒരിക്കലും തെറ്റിക്കാതെ ഓരോരുത്തരെയായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൈത്തണ്ട വലിച്ചു പിടിച്ച് അതിൽ ആഞ്ഞാഞ്ഞ് കടിക്കുന്ന അമ്മച്ചി. കടിക്കുന്ന അമ്മച്ചിയുടെ ചിത്രീകരണത്തിലൂടെ കഥാകൃത്ത് ഒരു കാലത്തെയാണ് ഓർത്തെടുക്കുന്നത് എന്ന് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി പുതിയ കാലത്തെ തിരക്കിനിടയിൽ ബന്ധങ്ങളുടെ ഊഷ്മളതകളൊക്കെ നഷ്ടമാകുന്നു. എന്നാൽ പൂർവ്വകാല സ്മരണകൾ നമ്മുടെ മനസ്സിൽ നിറയുന്നു. ജെയിംസിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് കടിക്കുന്ന അമ്മച്ചി. ഈ കഥയിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് അമ്മച്ചി. അവരുടെ സ്നേഹത്തിന്റെ തീവ്രതയാണ് കടിയായി മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് എന്ന് കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എസ്സേ ഉണ്ട്. കടിക്കുന്ന അമ്മച്ചി ഈ കഥയിൽ കഥാകൃത്ത് എപ്രകാരമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കടിക്കുന്ന അമ്മച്ചി സ്നേഹത്തിനും വാത്സല്യത്തിനും ഇടയിൽ ഒറ്റപ്പെട്ടു പോയൊരു തുരുത്താണ്. അവർ ജീവിതത്തെ സംഘർഷങ്ങളോടെ സ്വീകരിക്കുകയും ആനന്ദത്തോടെ മടക്കി കൊടുക്കുകയും ചെയ്യുന്നു. സമർത്ഥിക്കുക. മലയാള ചെറുകഥയിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്ന കഥാകൃത്താണ് അയ്മനം ജോൺ എന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് എസ്സേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ കഥകള് ജീവിതഗന്ധിയാണ് എന്ന് പറയാം. അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷനും വാചകങ്ങളും മനോഹരമായി പറയാം. ജെയിംസിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കടിക്കുന്ന അമ്മച്ചിയെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഈ കഥയെ വളരെ സ്നേഹപൂർവ്വമുള്ള കഥയാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞ് തുടർന്നു പോകണം. ആൻസിയുടെ ദില്ലിയിലേക്കുള്ള വരവോടുകൂടിയാണ് കടിക്കുന്ന അമ്മച്ചിയുടെ ഓർമ്മകൾ വീണ്ടും ജെയിംസിന്റെ സ്മൃതിപഥത്തിൽ എത്തുന്നത്. ആൻസി ചുരിദാറിട്ട് കടിക്കുന്ന അമ്മച്ചിയെ പോലെ ഇരിക്കും എന്ന് ജോസേട്ടൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആൻസിക്കും അതേ അമ്മച്ചിയുടെ ചിലമ്പിച്ച ഒച്ചയുണ്ടെന്ന് പറയണം. കടിക്കുന്ന അമ്മച്ചിയെ പറ്റി അത്രയധികം സ്നേഹമസൃണമായ ഓർമ്മകളാണ് ജെയിംസിന്റെ മനസ്സിലുള്ളത്. ജെയിംസിന്റെ അമ്മയുടെ ഒരകന്ന ചാർച്ചക്കാരി മാത്രമായിരുന്നുവെങ്കിലും അവരെല്ലാം അത്യന്തം സ്നേഹിച്ചിരുന്ന ഒരു അമ്മച്ചിയായിരുന്നു ഇവര്. സ്നേഹമൂർച്ചയുടെ നിമിഷങ്ങളിൽ ഇഷ്ടപ്പെട്ടവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൈത്തണ്ടകൾ ബലമായി പിടിച്ചു വലിച്ച് അതിൽ ആഞ്ഞാഞ്ഞു കടിക്കുന്ന പ്രകൃതക്കാരി ആയതിനാലാണ് അമ്മച്ചിയെ അങ്ങനെ ഒരു പേര് വിളിക്കുന്നത്. സൂസന്നയേട്ടത്തിയാണ് ആ പേര് കണ്ടെത്തിയത്. അമ്മ കഴിഞ്ഞാൽ മറ്റുള്ളവർക്കിടയിൽ കടി കിട്ടുന്നത് അമ്മച്ചിയുടെ ഏറെ കടി കണ്ടിട്ടുള്ളതും സൂസന്നയേട്ടത്തിക്ക് തന്നെയാണെന്നും ജെയിംസ് ഓർമ്മിക്കുന്നു. കുന്നിൻ മുകളിലെ ഏറ്റവും മുകളിലുള്ള ആ തട്ടിൽ കുന്നിൻ ചെരുവ് ആകാശത്തോട് ചേരുന്നിടത്തായിരുന്നു അമ്മച്ചിയുടെ വീടെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ ഓർത്തെടുക്കുന്നു. സ്നേഹവിഭ്രാന്തികൾ അടങ്ങോൾ കടിക്കുന്ന അമ്മച്ചി ഓടി നടന്ന ജെയിംസിന് മറ്റുള്ളവർക്ക് മുന്നിൽ പല പലഹാരപാത്രങ്ങൾ നിരത്തിയിട്ട് അമ്മയെ അടുക്കളപ്പടിമേൽ പിടിച്ചിരുത്തും. എന്നിട്ട് എതിരെ ഇരുന്ന കൊരട്ടിയിന്മേൽ ഇരുന്ന് അമ്മ പറഞ്ഞു കേൾപ്പിക്കുന്ന ജീവിത പ്രാരാബ്ദങ്ങൾ ഓരോന്നും അനുകമ്പയോട് ശ്രദ്ധിച്ച് കേട്ടിട്ട് മനോവേദനകളെ മറികടക്കാനുള്ള സതുപദേശങ്ങൾ നൽകും. പലതും ബൈബിൾ വചനങ്ങൾ അങ്ങനെയൊക്കെ പറയണം. ബാല്യം കടന്ന് പഠന പരീക്ഷാ വ്യഗ്രതകളിൽ മുഴുകുന്ന കുട്ടികൾ, അമ്മച്ചിയോടൊപ്പമുള്ള യാത്രകൾ, അമ്മയുടെ തണലിൽ
തണൽ കണ്ടെത്തിക്കൊണ്ടുള്ള കുന്നുകയറ്റങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറയുന്നു. അങ്ങനെ കടിക്കുന്ന അമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മകളുടെ തിളക്കൽ കൂടുതൽ കൊണ്ട് ആ വീട്ടിലെ മറ്റുള്ളവരെ അത്ര തിളക്കമുള്ള ഓർമ്മകളില്ല എന്നും ലേഖകൻ പറയും. ഇതൊക്കെ പറഞ്ഞു വേണം ആൻസി പിന്നീട് വരുന്ന കാര്യം പറയണം. ആൻസിക്ക് കടിക്കുന്ന അമ്മച്ചിയുടെ രൂപസാദൃശ്യം അത്ഭുതകരമായിരുന്നു എന്നുള്ള പോയിന്റ് പറയണം. കടിക്കുന്ന അമ്മച്ചിയുടെ ചിത്രീകരണത്തിലൂടെ കഥാകൃത്ത് ഒരു കാലഘട്ടത്തെ തന്നെയാണ് ഓർമ്മിച്ചെടുക്കുന്നതെന്നും പറയണം.